ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ KCBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം നടന്ന ശേഷം AE എക്സാംസുകൾ ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത AE എക്സാമിന് KCB തന്നെ വരണം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് മികച്ച 3 എക്സാംസുകളാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിൽ വരാനിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിൽ, അത് കുറേ മുന്നേ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ഹാർബർ എഞ്ചിനീയറിംഗിലെ എക്സാം ജൂലൈ നടക്കുന്നുണ്ട്. എന്നാൽ 3 നോട്ടിഫിക്കേഷനാണ് ഇനി വരാനിരിക്കുന്നത്. അതിൽ തന്നെ ഓൾറെഡി 2 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ PWDയിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റും വന്നിട്ടുണ്ട്. ഈ 2 നോട്ടിഫിക്കേഷൻ ഓൾറെഡി PSCയിൽ ആക്റ്റീവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ KWAയിൽ, കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് വൈകാതെ തന്നെ നെക്സ്റ്റ് മന്ത് തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആവും. സോ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ മുന്നിൽ 3 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു AE പോസ്റ്റുകളിലേക്ക്, AE പോസ്റ്റുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അല്ലേ. സോ ആ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള യാത്ര നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ജേർണി എൻട്രി AE ലെവൽ പോസ്റ്റിലേക്ക് നമ്മൾ സെറ്റിൽ ചെയ്യുന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച 3 അവസരങ്ങളാണ് ഈ എക്സാംസുകൾ. അപ്പോൾ ഇതിൽ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള എക്സാംസും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കുള്ള എക്സാംസിൻ്റെയും എന്താ പറയുക, എക്സാം കോമൺ എക്സാം നടക്കാനാണ് സാധ്യത. ഇലക്ട്രോണിക്സിൻ്റെ എക്സാം മാത്രമായിരിക്കും ഡിഫറൻ്റ് ആയിട്ട് നടക്കുക. ഈ ഇലക്ട്രോണിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാംസ് ഇലക്ട്രിക്കലുകാർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അത് അവരുടെ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക്സുകാർക്ക് മാത്രമല്ല, അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, കാരണം ഇലക്ട്രോണിക്സ് ആണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്ന ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളുടെ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സാമാണ്. സിലബസ് ഇലക്ട്രിക്കലുകാർക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന സിലബസ് തന്നെയുള്ളത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 1-2 ഇലക്ട്രോണിക് സബ്ജക്റ്റുകൾ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ്. സോ നിങ്ങളുടെ മുന്നിൽ ഈ 3 ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ വർഷങ്ങളിൽ വരാൻ പോകുന്നത്. സോ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, നല്ല വിജയം കരസ്ഥമാക്കുക. സോ ഈ കോഴ്സുകൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എൻട്രിയുടെ ഏറ്റവും മികച്ച, ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. AE ലെവൽ കോഴ്സ് ഡിജിറ്റൽ കണ്ടന്റ് ആയിരിക്കും. ഡിജിറ്റൽ ബോർഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഈ കോഴ്സുകളിൽ, AE കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക, നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.